ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർപെക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന മാർച്ച് മാസത്തിൽ ടാറ്റ വാഹനങ്ങളിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന ഓഫേഴ്സിനെ പറ്റിയാണ്. അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് 2023 മോഡൽ ഇയർ വാഹനങ്ങൾക്ക്. എന്തായാലും ആദ്യം ഇവരുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിരുന്ന വാഹനമായ നെക്സോണിനെ പറ്റി നമുക്ക് നോക്കാം. ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിരുന്ന എന്ന് പറയാൻ കാരണം ഇപ്പോഴത്തെ സെയിൽസ് റിപ്പോർട്ടൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാമായിരിക്കും. ടാറ്റയുടെ പഞ്ചാണ് ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം. നെക്സോൺ പണ്ടായിരുന്നു, ഇപ്പോൾ നെക്സോൺ സെക്കൻഡാണ്. എനിവേ സെയിൽസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നൊരു വാഹനം ആണെങ്കിൽ പോലും ഡിസ്കൗണ്ടിൻ്റെ കാര്യത്തിൽ ഈ വാഹനത്തിന് അത്യാവശ്യം ഓഫേഴ്സ് ഉണ്ട്. പക്ഷേ 2024 മോഡൽ ഇയർ നോക്കുകയാണെങ്കിൽ അത് അധികം ഓഫറൊന്നുമില്ല. നമ്മളിപ്പം ഏത് വേരിയൻ്റ് എടുത്താലും, അതായത് നെക്സോണിൻ്റെ പുതിയതായാലോ അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ ഓട്ടോമാറ്റിക്കോ മാനുവലോ എന്താണെങ്കിലും നമുക്ക് മാക്സിമം 8,000 രൂപ വരെയുള്ള ഓഫറാണ് കിട്ടുന്നത്. അതും ക്യാഷ് ഡിസ്കൗണ്ടോ എക്സ്ചേഞ്ച് ഓഫറോ ഒന്നും അല്ല, ജസ്റ്റ് കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് മാത്രമാണ് 8,000 രൂപ വരുന്നത്. അതായത് നിങ്ങൾ 2024 മേക്ക് മോഡൽ നെക്സോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് മാക്സിമം ആകെപ്പാടെ 8,000 രൂപയുടെ ഓഫർ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ അതേസമയം നിങ്ങൾ 2023 മോഡൽ ഇയറിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി തുടങ്ങും. നെക്സോൺ ഡീസൽ ആണെങ്കിൽ മാക്സിമം 48,000 വരെ ഓഫേഴ്സ് ഉണ്ട്. 20,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും അതുപോലെ 20,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും 8,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫറാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ നെക്സോണിൻ്റെ പെട്രോൾ മാനുവലിൽ നമുക്ക് 68,000 രൂപ വരെയുള്ള മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. നെക്സോണിൽ കിട്ടുന്നതിൽ വെച്ചേറ്റവും മാക്സിമം ഡിസ്കൗണ്ട് അത് തന്നെയാണ്. 40,000 റുപ്പീസിൻ്റെ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്, 20,000 റുപ്പീസിൻ്റെ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്, ആൻഡ് 8,000 റുപ്പീസിൻ്റെ കോർപ്പറേറ്റ് ഡിസ്കൗണ്ടും വരുന്നുണ്ട്. ബാക്കി നെക്സോണിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക്കലി ഡീസൽ പറഞ്ഞ പോലെ 48,000 വരെയാണ് മാക്സിമം വരുന്നത്. ബാക്കി നെക്സോണിൻ്റെ ബേസ് പെട്രോൾ അതിന് കുറച്ച് ഡിസ്കൗണ്ട് കുറവാണ്. 33,000 വരെ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുന്നുള്ളൂ. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പെട്രോൾ മാനുവലിൻ്റെ 68,000 മാക്സിമം ഡിസ്കൗണ്ട് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. 25,000 ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ 8,000 റുപ്പീസിൻ്റെ കോർപ്പറേറ്റ് ഓഫർ ഉണ്ട്. അതാണ് നെക്സോൺ സ്മാർട്ട് പെട്രോളിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ പുതിയ നെക്സോണിൻ്റെ പെട്രോളിൻ്റെ ഡീസലിന് നമുക്ക് മാക്സിമം 38,000 വരെയുള്ള ഓഫേഴ്സാണ് കിട്ടുന്നത്. അതായത് പുതിയ ഫേസ് ലിഫ്റ്റ് നെക്സോൺ വന്നതിൻ്റെ തന്നെ പഴയ 2023 മോഡൽ ഇയറിലുള്ള വണ്ടികൾ അതിൻ്റെയാണ് മാക്സിമം ഡിസ്കൗണ്ട് 38,000. അതായത് 30,000 ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ കോർപ്പറേറ്റ് ഓഫർ 8,000 റുപ്പീസ് വരുന്നുണ്ട്. ഞാൻ അതിന് മുമ്പ് പറഞ്ഞു നോക്കാം നമ്മുടെ പ്രീ ഫേസ് ലിഫ്റ്റ് നെക്സോണിൻ്റെ പ്രൈസാണ്. അതിനാണ് നമുക്ക് ഏറ്റവും മാക്സിമം 68,000 റുപ്പീസിലുള്ള ഓഫർ കിട്ടുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ പുതിയ എടുക്കണമെങ്കിൽ അതാണ് നല്ലത്, കാരണം കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ളൊരു വാഹനമാണ് പുതിയ നെക്സോൺ. എന്തായാലും നമുക്കിനി അടുത്ത വാഹനത്തിലേക്ക് കിടക്കാം. അതാണ് ടാറ്റയുടെ ഹാരിയർ. ഹാരിയറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 2024 മോഡൽ ഇയറിൽ അധികം ഡിസ്കൗണ്ട് ഒന്നും കിട്ടുന്നില്ല. മാക്സിമം 10,000 റുപ്പീസ് വരെയുള്ള ഡിസ്കൗണ്ട് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതും കോർപ്പറേറ്റ് ഓഫർ തന്നെയാണ് നെക്സോണിൻ്റെ 2024 ഇയറിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇവിടെ 2023 മോഡൽ ഇയറിൻ്റെ വണ്ടിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് മാക്സിമം 85,000 റുപ്പീസ് വരെയുള്ള ഡിസ്കൗണ്ട് ഹാരിയറിൽ വരുന്നുണ്ട്. ഹാരിയറിൻ്റെ മാനുവൽ മോഡലിലാണ് നമുക്ക് മാക്സിമം 85,000 വരെയുള്ള ഡിസ്കൗണ്ട് കിട്ടുന്നത്. പക്ഷേ അതേസമയം നിങ്ങൾ പുതിയ ഹാരിയർ എടുക്കുകയാണെങ്കിൽ അതിന് 50,000 വരെയുള്ള മാക്സിമം ഡിസ്കൗണ്ട് ഉള്ളൂ. പഴയ ഹാരിയറിൻ്റെ അകത്ത് 85,000 എന്ന് പറയുമ്പോൾ 50,000 ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്, അതുപോലെ 25,000 എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ ഹാരിയർ അതായത് ഫേസ് ലിഫ്റ്റ് ഹാരിയറിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് 40,000 ക്യാഷ് ഡിസ്കൗണ്ടും അതുപോലെ 10,000 കോർപ്പറേറ്റ് ഓഫറാണ് കിട്ടുന്നത്. അങ്ങനെയാണ് മാക്സിമം 50,000 ആവുന്നത്. പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടിയിലാണ് കേട്ടോ മാക്സിമം 85,000 വരെയുള്ള ഡിസ്കൗണ്ട് വരുന്നത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഹാരിയർ ഇപ്പോൾ നിങ്ങൾക്ക് ഡിസൈൻ വൈസ് പഴയതായിരിക്കും ചിലപ്പോൾ നല്ലതായിട്ട് തോന്നുന്നു. പുതിയ വണ്ടി പക്ഷേ നെക്സോണിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ വളരെ മോഡേൺ ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇനി സഫാരിയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ ഈ വണ്ടിയിലും 2024 മോഡൽ ഇയറിൽ വലിയ ഡിസ്കൗണ്ട് ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ 10,000 കോർപ്പറേറ്റ് ഓഫർ മാത്രമാണ് വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ 2023 മോഡൽ ഇയറിലേക്ക് വരികയാണെങ്കിൽ ഹാരിയറിൽ പറഞ്ഞ പോലെ സെയിം ഓഫർ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് ഓൾമോസ്റ്റ്. പഴയ സഫാരി ആണെങ്കിൽ മാനുവലിനകത്ത് നമുക്ക് 85,000 വരെയുള്ള ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ പുതിയ സഫാരി ഫേസ് ലിഫ്റ്റ് ആണെങ്കിൽ 50,000 വരെയുള്ള മാക്സിമം ഡിസ്കൗണ്ട് ആണ് വരുന്നത്. ഇത്രേ ഉള്ളൂ. ബാക്കി സ്പ്ലിറ്റപ്പ് ഒക്കെ സെയിം ഹാരിയർ പോലെ തന്നെയാണ്. ഇനി അടുത്ത വാഹനം ഇപ്പം അങ്ങനെ വലിയ രീതിയിൽ ചർച്ചയിലില്ലാത്ത ഒരു വാഹനമാണ്. ടാറ്റയുടെ മോഡൽ ലിസ്റ്റിൽ നിന്ന് ഏകദേശം ഔട്ടായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം. അതായത് സെയിൽസിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ആൾക്കാർക്ക് വണ്ടി ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട്, അത്യാവശ്യം ഇഷ്ടമാണ് ഉപയോഗിക്കുന്നവർക്ക്. എന്തായാലും ടാറ്റ അൾട്രോസിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഈ വണ്ടിയിൽ അധികം സെയിൽസ് ഇല്ലെങ്കിലും നിങ്ങൾ ഒരുപാട് ഓഫേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് കിട്ടുന്നില്ല. പഴയ വണ്ടി അതായത് 2023 മോഡൽ ഇയറിൽ അത്യാവശ്യം ഡിസ്കൗണ്ട് ഉണ്ട്. 2024 മോഡൽ ഇയർ നമുക്ക് ആദ്യം നോക്കാം. അതിൻ്റെ അകത്ത് അൾട്രോസിൻ്റെ ഓട്ടോമാറ്റിക് അതായത് DCA ഓട്ടോമാറ്റിക് മോഡൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 5,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫർ കിട്ടുന്നുണ്ട്. അതുപോലെ 10,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് കിട്ടുന്നുണ്ട്. 15,000 ആണ് മാക്സിമം ഡിസ്കൗണ്ട് വരുന്നത്. അതുപോലെ തന്നെ 2024 തന്നെ അൾട്രോസിൻ്റെ പെട്രോൾ മാനുവൽ ആണെങ്കിൽ 35,000 വരെയുള്ള മാക്സിമം ഓഫർ ഉണ്ട്. 15,000 ക്യാഷ് ഡിസ്കൗണ്ട്, പിന്നെ 10,000 വെച്ച് എക്സ്ചേഞ്ചും കോർപ്പറേറ്റ് ഓഫറും. 40,000 രൂപയുടെ ഡിസ്കൗണ്ടാണ് 2024 അൾട്രോസ് ഡീസലിൽ നമുക്ക് കിട്ടുന്നത്. എഗെയിൻ 15,000 കോർപ്പറേറ്റ് ഓഫർ, 10,000 രൂപ എക്സ്ചേഞ്ച് ആൻഡ് 15,000 ക്യാഷ് ഡിസ്കൗണ്ട്. അൾട്രോസ് CNGയിലാണ് കൂട്ടത്തിൽ ഓഫേഴ്സ് അത്യാവശ്യം കുറവായിട്ട് നിൽക്കുന്നത്. പുതിയ വണ്ടിയിൽ 15,000 വരെയുള്ള മാക്സിമം ഓഫറാണ്. 5,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫറും അതുപോലെ 10,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും. ഇനി 2023 അതായത് പഴയ വണ്ടിയുടെ ഓഫേഴ്സിലേക്ക് വരാം. അവിടെ നിങ്ങൾ അൾട്രോസ് ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ DCA എടുക്കുകയാണെങ്കിൽ 30,000 വരെയുള്ള മാക്സിമം ഓഫർ ഉണ്ട്. 5,000 രൂപ കോർപ്പറേറ്റ് ഓഫർ, അതുപോലെ 10,000 രൂപ എക്സ്ചേഞ്ച് ബോണസും 15,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടുമാണ്.
പെട്രോൾ മാനുവൽ എടുക്കുകയാണെങ്കിൽ 55,000 വരെയുള്ള മാക്സിമം ഓഫേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഡീസൽ മാക്സിമം 55,000 വരെയാണ് ഓഫർ വരുന്നത്. പക്ഷേ അതിന് സ്പ്ലിറ്റപ്പിൽ ചെറിയ വ്യത്യാസമുണ്ട്. കോർപ്പറേറ്റ് ഓഫർ പെട്രോൾ നമുക്ക് 10,000, ഡീസൽ 15,000 ആണ് കിട്ടുന്നത്. എക്സ്ചേഞ്ച് ബോണസ് സെയിം ആണ്, 10,000 തന്നെയാണ് രണ്ടിലും. പക്ഷേ ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് പെട്രോൾ 35,000 വരെ കിട്ടും, പക്ഷേ ഡീസൽ 30,000 വരെ മാക്സിമം കിട്ടുന്നുള്ളൂ. എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്കൗണ്ട് സെയിം ആണെങ്കിലും സ്പ്ലിറ്റപ്പിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. CNGയിലേക്ക് വരികയാണെങ്കിൽ മാക്സിമം 30,000 വരെയാണ് ഓഫർ കിട്ടുന്നത്. 15,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും 10,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും 5,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫറുമാണ് നമുക്ക് 2023 മോഡൽ ഇയർ അൾട്രോസിൻ്റെ CNGയിൽ കിട്ടുന്നത്. ഇതാണ് ഇപ്പോൾ അൾട്രോസിൻ്റെ ഓഫേഴ്സ്. പിന്നെ അൾട്രോസ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, കാരണം 2023യും 2024ഉം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എമിഷൻ നോംസിൻ്റെ ഒക്കെ എന്തെങ്കിലും ചെറിയ സംഭവം വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടുമില്ല. ഇനി അടുത്ത വാഹനം ടാറ്റ ടിയാഗോ ആണ്. ശരിക്കും 2016 ഈ വാഹനം വന്നപ്പോഴാണ് ടാറ്റയുടെ ശരിക്കും ഒരു മാർക്കറ്റിൽ കുറച്ചൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ നെക്സോൺ വന്നപ്പോൾ 2017 നെക്സോൺ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നെക്സോൺ ഇപ്പോഴും സെയിൽസ് ചാർട്ടിൽ അത്യാവശ്യം നന്നായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും ടിയാഗോ പണ്ടത്തെ അത്രയും ഇല്ല, ഇപ്പോൾ കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട്. എനിവേ സെയിൽസിൻ്റെ കാര്യത്തിൽ ഓഫേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2024 മോഡൽ ഇയർ വണ്ടിയിൽ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുന്നത് 50,000 വരെയാണ്. അത് NRG മാനുവലും ഓട്ടോമാറ്റിക് വേരിയൻസിലാണ്. 10,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫർ, 10,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ്, 30,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ആണ് അതിൽ കിട്ടുന്നത്. പിന്നെ ടിയാഗോയുടെ പെട്രോൾ XT ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ 40,000 രൂപയുടെ ഓഫർ ഉണ്ട്. 20,000 ക്യാഷ് ഡിസ്കൗണ്ടും 10,000 എക്സ്ചേഞ്ച് ബോണസും അതുപോലെ 10,000 കോർപ്പറേറ്റ് ഓഫറാണ് വരുന്നത്. പിന്നെ ബാക്കി നമുക്ക് ടിയാഗോയുടെ XM മോഡലും അതുപോലെ CNG മോഡലും സെയിം തന്നെയാണ് ഡിസ്കൗണ്ട് വരുന്നത്. 15,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട്, 10,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും 10,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫറും. പിന്നെയുള്ളത് നോർമൽ ടിയാഗോ പെട്രോൾ മാനുവലാണ്. അതിൻ്റെ അകത്ത് 40,000 വരെയുള്ള മാക്സിമം ഓഫർ ഉണ്ട്. 20,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും പിന്നെ 10,000 വെച്ച് എക്സ്ചേഞ്ചും കോർപ്പറേറ്റുമാണ് വരുന്നത്. പഴയ വണ്ടി 2023 മോഡൽ എടുക്കുകയാണെങ്കിൽ അവിടെ 75,000 രൂപ വരെയുള്ള മാക്സിമം ഓഫർ ഉണ്ട്. അത് ടിയാഗോ CNG വേരിയൻസിലാണ്. അതായത് 50,000 റുപ്പീസിൻ്റെ ക്യാഷ് ഡിസ്കൗണ്ട് ടിയാഗോ CNGയിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ 15,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്, 10,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫറും വരുന്നുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ 75,000 ആവുന്നത്. നോർമൽ ടിയാഗോ പെട്രോൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും 70,000 രൂപയുടെ ഓഫർ കിട്ടുന്നുണ്ട്. 40,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട്, 10,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ്, 10,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫർ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്പ്ലിറ്റ് പോകുന്നത്. ഇനി ടിയാഗോ പെട്രോൾ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 60,000 വരെയാണ് മാക്സിമം ഓഫർ വരുന്നത്. 35,000 ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്, 15,000 എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്, 10,000 കോർപ്പറേറ്റ് ഓഫറും വരുന്നുണ്ട്. ഇനി ടിയാഗോ NRG മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും അതിൻ്റെ അകത്ത് മാക്സിമം 10,000 റുപ്പീസ് വരെയുള്ള ഓഫർ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. എന്തായാലും ടിയാഗോ 2023 മോഡൽ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഗ്രാബ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെയാണ് ടിഗോറിൻ്റെ കേസും. ടിഗോറിൻ്റെ 2024 മോഡൽ ഇയർ വാഹനത്തിൽ നമുക്ക് മാക്സിമം 40,000 വരെയുള്ള ഓഫേഴ്സാണ് കിട്ടുന്നത്. അതിപ്പോൾ പെട്രോൾ ആയാലും CNG ആയാലും സെയിം ഓഫേഴ്സ് തന്നെയാണ്. ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നത് 20,000 ആണ്, എക്സ്ചേഞ്ച് ബോണസ് 10,000 ഉണ്ട്, അതുപോലെ കോർപ്പറേറ്റ് ഓഫറും 10,000 കിട്ടുന്നുണ്ട്. ഇതാണ് 2024 മേക്കിൻ്റെ. ഇനി 2023 മോഡൽ ഇയറിൽ വരുന്ന വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് മാക്സിമം 75,000 വരെയുള്ള ഓഫേഴ്സ് നമുക്കിവിടെ ടിഗോറിലും കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് പെട്രോളും CNGയും സ്പ്ലിറ്റ് ആയിട്ടാണ് വരുന്നത്. സെയിം ഡിസ്കൗണ്ട് തന്നെയാണ് 75,000 എന്ന് പറയുമ്പോൾ. അതായത് സ്പ്ലിറ്റ് അപ്പോൾ സെയിം ആണ്. ക്യാഷ് ഡിസ്കൗണ്ട് 50,000 ഉണ്ട്, എക്സ്ചേഞ്ച് ബോണസ് 15,000 ഉണ്ട്, കോർപ്പറേറ്റ് ഓഫർ 10,000 ഉണ്ട്. ഇതാണ് ടിഗോറിൻ്റെ അകത്ത് നമുക്കിപ്പോൾ കിട്ടുന്ന ഡിസ്കൗണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ടാറ്റയുടെ പോർട്ട്ഫോളിയോയിൽ നിൽക്കുന്ന ഒരേ ഒരു വാഹനമാണ് പഞ്ച്. ഇതിന് ഡിസ്കൗണ്ട് ഒന്നും പ്രത്യേകിച്ച് ഇല്ല എന്ന് പറയുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം 2023 മോഡൽ ഇയർ ആണെങ്കിലും 2024 മോഡൽ ഇയർ ആണെങ്കിലും രണ്ടിലും മാക്സിമം 5,000 രൂപയുടെ ഡിസ്കൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അതും ക്യാഷ് ഡിസ്കൗണ്ട് ഒന്നുമല്ല, ജസ്റ്റ് നോർമൽ കോർപ്പറേറ്റ് ഓഫറാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, പഞ്ചെന്ന് പറയുമ്പോൾ ഇപ്പം കഴിഞ്ഞ മാസം തന്നെ 18,000-ന് മുകളിലായിരുന്നു പഞ്ചിൻ്റെ സെയിൽ. അപ്പോൾ പിന്നെ അവർ ഇതിൻ്റെ അകത്ത് ഡിസ്കൗണ്ട് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് ടാറ്റയ്ക്ക് അറിയാം, അല്ലാണ്ട് തന്നെ വണ്ടി വിറ്റ് പൊക്കോളും. ഞാനീ പറഞ്ഞ ഡിസ്കൗണ്ടിൻ്റെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇലക്ട്രിക് വണ്ടികളൊന്നും തന്നെ ഇൻക്ലൂഡഡ് അല്ല. അതിപ്പം പഞ്ച് EV ആയാലും നെക്സോൺ EV ആയാലും ടിഗോർ EV, ടിയാഗോ EV അങ്ങനെ വണ്ടികളുണ്ടല്ലോ, അതിൻ്റെ ഒന്നും പ്രൈസ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് നോർമൽ പെട്രോൾ ഡീസൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ കമ്പഷൻ പവർഡ് വേരിയൻസിൻ്റെ പ്രൈസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് ടാറ്റയുടെ വണ്ടികളുടെ ഓഫേഴ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്ക്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.